വ്യാജ പീഡന കേസിൽ നിന്ന് ഒഴിവാക്കാൻ കണ്ണമാലി പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് പരാതി. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതിയായ ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടു. തന്നെ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് 24-നോട് പറഞ്ഞു. എന്റെ കയ്യിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വെറും വ്യാജ പീഡന പരാതിയാണ്. 5 ലക്ഷം രൂപ വരെ എന്റെ ആവശ്യപ്പെട്ടു. എന്ത് വന്നാലും ഞാൻ ഇവർക്കെതിരെ വഴങ്ങാതെ ഇനി ഈ കേസ് എന്നെ ഈ കോടതിയിൽ നിന്ന് നിരവധികം വിടുകയും ചെയ്തു. ഞാൻ ഇതിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നവരും സ്ത്രീ ഉൾപ്പെടെ ഞാൻ ഇവർക്കെതിരെ നിയമപരമായി ഏതറ്റം വരെ ഞാൻ പോകും. ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്യാം, പതിവ് പോലെ ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരും പ്രൊമോഷനും സ്ഥലമാറ്റവും ഒക്കെയായി അങ്ങനെ സേനയിൽ തുടരുകയായിരിക്കുമല്ലോ അല്ലേ? ഗൂഗിൾ, അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട 4 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസിലെ ആരോപണ വിധേയനായിരുന്ന വ്യക്തിയെ നിരപരാധി എന്ന് കണ്ട് കോടതി വെറുതെ വിടുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കുടുംബം ആ പിന്തുണ നൽകിയില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ആ കേസിൽ വെറുതെ വിട്ട ഇബ്രാഹിം തന്നെ നമ്മളോട് പറയുന്നത്. അത്രത്തോളം അദ്ദേഹവും കുടുംബവും അനുഭവിച്ചു എന്നും പറയുന്നു. ഏതായാലും ഈ കേസിൽ വെറുതെ വിടുന്നതിന് ഏറ്റവും അവസാനം വിലപേശി 5 ലക്ഷം രൂപ വരെയാണ് എത്തിയത്. പക്ഷേ 1 രൂപ പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇബ്രാഹിം പറയുന്നത്. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നു, നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടായിരുന്നു. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കേസിനെ നിയമപരമായി നേരിട്ടത്. ഒടുവിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. ഇനി ഈ കേസിൽ തന്നെ കുടുക്കിയ ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മറ്റാർക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം ഈ കേസിൽ എതിർകക്ഷികളാക്കി കോടതിയെ തന്നെ സമീപിക്കാനാണ് ഇബ്രാഹിമിന്റെ തീരുമാനം. ഗൂഗിൾ, ശരി, ഏതായാലും കള്ളക്കേസ്, അതിന് പിന്നാലെ കേസ് സെറ്റിൽ ചെയ്യാൻ കാശ് വാങ്ങൽ അല്ലെങ്കിൽ കാശ് ചോദിക്കൽ, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വ്യക്തി ഉന്നയിക്കുന്നത്. ഏതായാലും നിയമപോരാട്ടമായി മുന്നോട്ട് പോകും. തൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിനപ്പുറം ഇത്തരത്തിൽ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള നിയമപോരാട്ടത്തിലേക്ക് പോവുകയാണ് അബ്ദുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.